ശക്തി, ഞാനൊന്ന് പുറത്തു പോവാ. ലേറ്റ് ആവും വരെ. നീ കഴിച്ചിട്ട് കിടന്നോളേ. ആ ശരി ഏട്ടാ, ഞാൻ കഴിച്ചോളാം. ഏട്ടൻ എവിടെയാ പോകുന്നേ? അതൊന്നും നീ പറയണ്ട. ബൈ. എന്നാലും ഈ രാത്രി ഏട്ടൻ ഇതെവിടെ പോയി? സമയം എത്രയെന്നാ? ഒന്ന് ഏട്ടൻ്റെ റൂമിൽ കയറി നോക്കിയാലോ? ആ ഡയറിയിൽ ആരെ ഫോട്ടോ എന്നൊന്ന് നോക്കായിരുന്നു. ഇനി ഇപ്പോഴെങ്ങാൻ വന്ന് കയറുമോ? ആ ഡയറി എവിടെ പോയി? കാണുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഈ മേശപ്പുറത്തല്ലേ ഉണ്ടായിരുന്നേ? ഇത്രയും പെട്ടെന്ന് ഇത് എവിടേക്ക് മാറ്റി? അപ്പോഴേക്കും വന്നോ? ഒരു കാര്യം ചെയ്യും, റൂം പോയി മിണ്ടാണ്ട് കിടക്കാം. റൂമി എന്ന് വിചാരിച്ചോട്ടെ. ശക്തി, ശക്തി, ഇവൻ ഇതെവിടെ പോയി? ഒന്ന് റൂമിൽ പോയി നോക്കാം. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഗുഡ് നൈറ്റ്. ആവൂ, രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു പെട്ടു എന്ന്. ഡി, നീയൊന്നവിടെ നിന്നേ. നീ എന്താ ഇവിടെ? അത് കൊള്ളാം, ഞാൻ ക്ലാസ്സിന് വന്നത്. അതിനകത്ത് സിവിൽ ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ. അതും എനിക്കറിയാം. ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നീ ഇക്കൊല്ലം മാർച്ച് ഡേക്ക് പ്രോഗ്രാം അവതരിപ്പിക്കണ്ടല്ലേ? ഒന്ന് ചേറപ്പ് ചെയ്യാന്ന് കരുതി. നിന്റെ ചേർപ്പിന്റെ ആവശ്യം എനിക്കില്ല. നിന്നെ കാണുന്ന പോലും എനിക്കിഷ്ടമല്ല. ഗെറ്റ് ഔട്ട് ഓഫ് മൈ വേ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പ്ലീസ് വിവേക്, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അവളിതെല്ലാം മറന്നിരിക്കുക. നീയായിട്ട് വീണ്ടും ഇനി പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനതിന് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നല്ലോ. ഇവിടെ ഒന്ന് കാണണം തോന്നി, അതുകൊണ്ടൊന്ന് വന്നു, അത്രേ ഉള്ളൂ. അന്ന് എന്തിനാ എന്നോട് അങ്ങനെ ചെയ്ത്? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ഈ പരിസരത്തേക്ക് ഞാൻ വരില്ല. നിനക്കറിയില്ലല്ലേ നീ എന്താ ചെയ്തത്? നീ ആ ദുർഗ, എന്ത് പറ്റി? എന്താ പ്രശ്നം? വിവേക്, നീ എന്താ ഇവിടെ? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ കാണാൻ വരരുതെന്ന്? അത് പറയാൻ നീ ആരടാ? എൻ്റെ പെണ്ണിനെ കാണാൻ വരെ എനിക്ക് എപ്പോഴും അവകാശമുണ്ട്. നിന്റെ പെണ്ണോ? അതൊക്കെ പണ്ട്. എന്താ പ്രശ്നം? എല്ലാവരും എന്താ ഇവിടെ? ശിവ വന്നതും എല്ലാവരും അവരവരുടെ ക്ലാസ്സുകളിലേക്ക് മടങ്ങി. വിവേക്, അവൻ എന്താ വേണ്ടത്? അവൻ ഇനി എന്തിനാ നിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ വരുന്നത്? അറിയില്ല, ഒരുപക്ഷെ അവന് കിട്ടിയതൊന്നും പോരാൻ തോന്നുന്നു. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, എന്തായാലും ഇക്കൊല്ലം ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കും. അവൻ എന്താ ചെയ്യാന്നൊന്ന് കാണാനല്ലോ. അല്ലടോ, സത്യത്തിൽ ആ വിവേകുമായിട്ട് നിനക്ക് എന്താ പ്രശ്നം? അതൊരു ലോങ് സ്റ്റോറിയാ. ക്ലാസ് കഴിയട്ടെ, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. രാഹുൽ, പോകല്ലേ, നിൽക്ക്. ഇനി പറ, എന്താ നിങ്ങളും വിവേകും തമ്മിലുള്ള പ്രശ്നം? ആ അതോ, എടാ, ആ വിവേകില്ലേ, അവൻ നമ്മുടെ ദുർഗയുടെ എക്സായാണ്. കോളേജിൽ ഫ്രഷേഴ്സ് ഡേ അന്ന് അവർ പരസ്പരം ആദ്യം കണ്ടത്. ആദ്യം കണ്ടപ്പോഴേ വിവേകിന് അവളെ ഭയങ്കര ഇഷ്ടമായി. അവനെയായിരുന്നു അവൾ ഈ കോളേജിൽ ആദ്യം പരിചയപ്പെട്ടതൊക്കെ. പിന്നെ ഞാനും അങ്കിതയൊക്കെ അവളായിട്ട് കൂട്ടുകൂടുന്നത്. പക്ഷേ അവൻ ബിടെക്കും ഞങ്ങൾ ബികോമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ക്ലാസ്സിലായിരുന്നു. ബ്രേക്ക് ടൈമിന് അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വരെ സംസാരിക്കുകയോ ചെയ്യും. അങ്ങനെ ഒരു മാസത്തിന് ശേഷം അവൻ അവളെ പ്രപ്പോസ് ചെയ്തു. പിന്നെ അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും പക്ഷേ അവള് റിജക്റ്റ് ചെയ്യാനുള്ളൊരു കാരണം നോക്കില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അവർ സെറ്റായി. പിന്നെ കുറച്ചു കാലം അവരെങ്ങനെ പ്രേമിച്ചതാണെന്ന്. പിന്നെ ആ കൊല്ലത്തെ ആർട്സ് ഡേ അന്ന് ദുർഗയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ അവള് അവനെ കാണാനായിട്ട് ബാക്ക് സ്റ്റേജ് വരെ ഒന്ന് പോയതാണ്. അപ്പം അവിടെ വെച്ച് അവനെ ഏതൊരു ഫ്രണ്ടിന് കിസ് ചെയ്യുന്നതോ എന്തോ അവള് കണ്ടു. അങ്ങനെ അത് കണ്ടത് അവൾക്ക് വളരെ വിഷമമൊക്കെ ആയി. അങ്ങനെ പിന്നെ അവള് അവൻ്റെ മുഖത്തടിച്ചു. കോളേജിലെ കുറച്ച് പയ്യന്മാർ കാണുകയും വീഡിയോ എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ഇടുകയൊക്കെ ചെയ്തു. അതവൻ ഒരുപാട് നാണക്കേടായി. അവൾക്ക് സസ്പെൻഷനും കിട്ടിയതാണ്. പിന്നെ അവനത് ആ ദേഷ്യത്തിന് അവൻ അവളുടെ പ്രോഗ്രാം കോളാക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ബിടെക്കും ബികോമും തമ്മിൽ വളരെ ശത്രുതയിലായി. പിന്നെ അവർ നമ്മുടെ കോളേജ് ക്യാമ്പസിൻ്റെ ഭാഗത്തേക്കൊന്ന് വരാണ്ടായി. അങ്ങനെ അതൊരു വലിയ പ്രശ്നമായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് അവർ കുറച്ച് ശാന്തമായിട്ട് നിൽക്കുന്നത്, പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ആർട്സ് ഡേ എന്നറിയാം എന്താകുമെന്ന്. അവനിവിടെ വന്ന് വെല്ലുവിളിച്ച സ്ഥിതിക്ക് എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഈ പ്രശ്നം കാരണമാണോ അവൾ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്? എങ്കിൽ ഈ കൊല്ലം അവളെ കൊണ്ട് പങ്കെടുപ്പിക്കണം. നമുക്ക് നോക്കാം അവരെന്ത് ചെയ്യുന്നു. അതത്ര എളുപ്പമായിരിക്കില്ല. നീ ഈ കൊല്ലം ആർട്സ് ഡേക്ക് പേര് കൊടുത്തോ? അമ്മയോട് പോയി ഇതാരാ പറഞ്ഞേ? അപ്പൊ കൊടുത്തു അല്ലേ? ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു പുതിയ സാറ് വന്ന കാര്യം? മൂപ്പർക്ക് ഞാൻ ഈ കൊല്ലം പങ്കെടുക്കണം നിർബന്ധം, അതുകൊണ്ട് കൊടുത്തതാ. പങ്കെടുപ്പ് നോക്കണം, പക്ഷെ അന്നത്തെ പോലെ സസ്പെൻഷൻ വാങ്ങി ഇങ്ങോട്ടേക്ക് വരരുത്. ഇവിടെ ആരും സംസാരിക്കാൻ വരുമെന്ന് വിചാരിക്കില്ല. അന്നത്തെ പോലെ ഒന്നും ഉണ്ടാവില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്തായാലും ഇക്കൊല്ലം ഞാൻ പരിപാടി പങ്കെടുക്കും.
ദേ, നിങ്ങളിത് കേട്ടിട്ടല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഒത്തുതീർപ്പാക്കാൻ നിങ്ങളല്ലേ പോയത്? നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇത് ലാസ്റ്റ് ഇയർ അല്ലേ, അവൾക്കതാണ് താല്പര്യമെങ്കിൽ അവള് ചെയ്തോട്ടെ. താങ്ക്സ് അച്ഛാ. അതല്ലല്ലോ നിങ്ങൾ അങ്ങനെയല്ലേ പറയുള്ളൂ. നീന്റെ പുറകിൽ എന്ത് പ്രശ്നം ഉണ്ടായി അച്ഛനും മോള് കൂടി ആയിക്കോണം. എന്നോടൊന്നും പറയാൻ വരരുത്. ഡി ദുർഗ, നിന്റെ പ്രാക്ടീസ് എവിടെ വരെയായി? ഇന്നുകൂടെ തുടങ്ങണം. ഒരു ടെൻഷൻ. അവൻ വീണ്ടും അത് കൊളാക്കി എന്താ ചെയ്യാ? നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിന്റെ കൂടെ ഞങ്ങളില്ലേ, എന്ത് വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം. നല്ല ആൾക്കാരാ. അവന്മാരെ കയ്യിൽ തല്ലു വാങ്ങി കൂട്ടാതിരുന്നാ മതി. അവന്മാർ തല്ല് വാങ്ങി കൂട്ടാതിരുന്നാ മതി. അല്ല, ഇപ്രാവശ്യം താനൊന്നിനും പങ്കെടുക്കുന്നില്ലേ? ആരെ? ഞാനൊന്നുമില്ല. അതൊന്നും പറയാൻ പറ്റില്ല. നീ ഇപ്രാവശ്യം പേര് കൊടുക്കണം. എന്നെ കൊണ്ട് പേര് പഠിപ്പിക്കാൻ നടന്ന ആൾക്കാർ കൂട്ടിൽ നീ എടുത്തിയല്ലേ, അപ്പൊ നീയും പങ്കെടുക്കണം. ഇതെന്റെ വാശി. ദുർഗ, വേണ്ട കേട്ടോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എനിക്ക് പാടി തരില്ലായിരുന്നോ? ആ പാട്ട് മതി. അതിന് നിനക്ക് ഫസ്റ്റ് കിട്ടും, എനിക്ക് ഉറപ്പാ. അങ്കിത് പാട്ട് പാടുമോ? പിന്നല്ലാണ്ട് ഇത് നന്നായി പാടും. ദുർഗ, വേണ്ട കേട്ടോ. നീ പാടും, നോക്കിക്കോ. ഞാൻ ശിവസാറെ കയ്യിൽ നിന്റെ പേര് കൊടുക്കാൻ പോവാ. നീ എവിടെയാ? ഞാൻ വീട്ടില്. എന്തേ? നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇല്ലടാ, ഒരു അരമണിക്കൂർ ഇപ്പൊ ഇറങ്ങാം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ശക്തി അതിലെ വരും, നീ അവന്റെ കൂടെ വന്നു. ഓക്കെ. ഇവൻ ഇത്ര പെട്ടെന്ന് വന്നോ? സാറെന്താ ഇവിടെ? ശക്തി വന്നില്ലേ? അതെന്താ, അവൻ വന്നെങ്കിലേ നീ വരുന്നുണ്ടോ? ശക്തി കൂട്ടാൻ വരുമെന്നാ രാഹുൽ പറഞ്ഞു. താൻ ഇന്നത്തെ പ്രോഗ്രാമിന് പ്രിപ്പയർഡ് അല്ലേ? വിവേകിന്റെ കാര്യം ഓർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. നീ വന്നോ? പോടാ, നീ ആരെ കൂട്ടാൻ വിടുന്നാ പറഞ്ഞേ? എടി, അവൻ നിന്നെ കൂട്ടാൻ ഇറങ്ങിയതാ. അപ്പോഴാ അങ്കിത വിളിച്ച് അവൾക്ക് ബസ് മിസ്സായെന്ന് പറഞ്ഞു. അപ്പൊ അവൻ നിങ്ങളെ രണ്ടുപേരും കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. അപ്പോൾ ശിവസാറ് വിളിച്ച്, അപ്പൊ സാറോട് ഞാൻ കാര്യം പറയുമ്പോൾ സാറ് പറഞ്ഞു നിന്നെ സാറ് കൂട്ടിക്കോളാം. പിന്നെ സാറിന്റെ കൂടെ ആകുമ്പോൾ നീ സേഫാ. ആ വിവേകം കൂട്ടരും ഇന്ന് എന്തെല്ലാം കാട്ടിക്കൊണ്ടും ദൈവത്തിന് മാത്രമേ അറിയൂ. അങ്ങനെ പുകറ്റിയത്. എന്നിട്ട് ആരെത്തിയോ? ഇല്ല, ഇപ്പൊ എത്തും. നേരത്തെ എത്തിയോ? ആര്? ഇവളോ? ഇവളെ ഇന്ന് ശിവസാറാ കൂട്ടിയിട്ട് വന്നേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തി. ശിവസാറോ? നീ എങ്ങനെ കൂടിയാണ് വന്നേ? അതാ ഇവന്റെ പണി. അല്ലടാ, ഞങ്ങള് പരിപാടി ഇപ്പോഴാ? നിങ്ങളുടെ പരിപാടി കുറച്ച് ലേറ്റ് ആവുന്ന പറഞ്ഞേ. നിങ്ങൾ വേണമെങ്കിൽ അപ്പുറത്തെ റൂമിൽ പോയി പ്രാക്ടീസ് ചെയ്തോളി. പിന്നെ എനിക്കിവിടെ കുറച്ച് അറേഞ്ച്മെന്റ്സ് കൂടി ബാക്കിയുണ്ട്. പിന്നെ നീ ഞങ്ങളെ കൺമുന്നിൽ നിട്ട് പോകരുത്. ആ വിവേക് ഗെയിം ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുക. ഞാൻ എവിടേക്കും പോകുന്നില്ല. ഒരേ ദുർഗ, നീ പോയി റെഡി ആയിക്കോ. ലേറ്റ് ആയ പിന്നെ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. പിന്നെ അങ്കിത എടുപ്പേ, 2 പ്രോഗ്രാം കൂടി കഴിഞ്ഞ അവളുടെ പ്രോഗ്രാമാ. ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. നിക്ക്, ഞാൻ നോക്കിട്ട് വരാം. ഇതാരീ സമയത്ത് വിളിക്കുന്നത്? ഹലോ, ആരാ? സെന്റേനെ അന്വേഷിച്ചു പോവുമായിരിക്കും അല്ലേ? എന്നാ ഇവിടെ വേണമെങ്കിൽ സ്റ്റേജിന്റെ ബേക്കിലുള്ള ആ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് വാ. പിന്നെ അധികൃതി കാണിച്ച് ആരെയും കൂട്ടിട്ട് വന്നെന്നില്ല. അതുവരെ നിങ്ങളാരാ? ഹലോ ഹലോ, കട്ടാക്കിയോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആരോടെങ്കിലും പറഞ്ഞാലോ? വേണ്ട, ആ വിവേകിന് ഫ്രണ്ട്സ് എങ്ങാനായിരിക്കും. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് സെന്ററുകളിൽ ആരെങ്കിലും വിളിക്കും. അമ്മക്ക് എന്താണോ വേണ്ടേ? എന്റെ അങ്കി അവൾക്കൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. അതും പറഞ്ഞ് അവൾ ആ കെട്ടിടത്തിന്റെ അകത്തേക്ക് നടന്നു. അവൾ ആ കെട്ടിടത്തിൽ കയറിയതും അവളുടെ പിന്നിൽ ആരോ ഉള്ള പോലെ അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയെങ്കിൽ അവിടെ ആരെയും അവൾ കണ്ടില്ല. അവളുടെ ഉള്ളിൽ ചെറുതായൊരു ഭയം മുട്ടിട്ടെങ്കിലും അവൾ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് നടന്നു. അവൾ ഒരു ക്ലാസ് റൂമിന്റെ മുന്നിലെത്തിയപ്പോൾ ആരോ അവളെ ക്ലാസ് റൂമിലേക്ക് തള്ളിയിട്ട് വാതിലടച്ചു. അവൾ പെട്ടെന്ന് തന്റെ ഫോൺ എടുത്ത് ആരെങ്കിലും സഹായത്തിന് വിളിക്കാനായി നോക്കി. ഇതെങ്ങനെ പൊട്ടി? ഇനി എന്താ ചെയ്യപ്പോ? എടോ, ആരാണ് വാതിലടച്ചേ? തന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞേ. ഭഗവാനെ, ഞാനിപ്പോ ഇനി എന്താ ചെയ്യാ? ദുർഗ, ദുർഗ. ശിവ സാർ, 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 ഞാനിവിടെ ഈ റൂമിലുണ്ട്. ഞാൻ പേടിച്ചുപോയി. ഇല്ല, നിനക്കൊന്നുമില്ല, ഞാൻ വന്നില്ലേ.
പേടിക്കണ്ട. ദുർഗ ആരാ? ആ വിവേകും ഗാങ്ങും ആണോ? അറിയില്ല. നീ ഈ രാത്രി ഇങ്ങോട്ടേക്ക് എന്തിനു വന്നതാ? അങ്കിത്, അവളെ ആരോ കിഡ്നാപ്പ് ചെയ്തെന്നാണ് കോൾ വന്നു. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവളെയോ? അവളല്ലേ സ്റ്റേജിൽ നിന്ന് പാടുന്നേ? അപ്പോൾ ആരോ നിന്നെ മനഃപൂർവ്വം ട്രാപ്പിലാക്കാൻ വേണ്ടി വിളിച്ചതാ? അല്ല, സാർ എങ്ങനെ ഇവിടെ വന്നേ? ഞാൻ ബാക്ക് സ്റ്റേജിൽ വന്നപ്പം നീ അങ്ങോട്ട് തിരക്കിട്ട് പോകുന്നുണ്ട്, അതാ നിന്നെ ഫോളോ ചെയ്ത് വന്നേ. അതിപ്പോൾ നന്നായി. ഇല്ലായിരുന്നെങ്കിലോ? നീ ഇപ്പം എന്ത് കരുതിയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നേ? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? സ്റ്റുപ്പിഡ്. സോറി സർ. ഞാൻ നിന്റെ ഒന്നും തലക്കകത്ത് ബ്രെയിൻ അല്ലേ ഉള്ളേ? ഒറ്റയ്ക്കൊന്നും ഇങ്ങോട്ട് വരരുതെന്ന് അറിയില്ലേ? അതെങ്ങനെ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവണ്ടേ? ദുർഗ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഞാനത് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ച ആ വിവേക് എന്തോ ഒപ്പിച്ചെന്ന്. ഞാൻ സ്റ്റേജിൽ നടന്നപ്പോൾ അങ്ങനെ എന്നെ നോക്കി ഒരാക്കി ചിരി ഉണ്ടായിരുന്നു. ആര്? ആ വിവേകോ? അപ്പോൾ ഇത് അവൻ്റെ പണിയാണല്ലേ? എന്താ ഏട്ടാ, എന്താ സംഭവിച്ചേ? ഇവളോട് തന്നെ ചോദിച്ചു നോക്കും. എന്ത് പറ്റി ദുർഗ? എന്താ എന്താ സംഭവിച്ചേ? സാരില്ല, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. പറ്റിയില്ലെന്നോ? ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്തേനെ? ഈ റൂമിൽ കിടന്ന് കരയായിരുന്നു. ഏട്ടാ, ഏട്ടനോട് കൂളാകും. അവനക്കൊന്നും പറ്റിയില്ലല്ലോ. തൽക്കാലം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോടും പറയണ്ട. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കാണോ? അവിടെ ദുർഗയുടെ പരിപാടി അനൗൺസ് ചെയ്തു. ഒന്ന് വേഗം വാ. ഞങ്ങൾ വരും. Next performance goes to Durga Vishnu Sharma. सुन साथिया माहिया बरसा दे इश्का की स्याहिया रंग जाऊं रंग रंग जाऊं रे हाँ रे मैं तुझ पे मैं झर 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 जाऊं ദുർഗ, വളരെ നന്നായിരുന്നു ദുർഗ. എടി, വളരെ നന്നായിരുന്നു. സൂപ്പറായിട്ട് കളിച്ച്. യു ഡിഡ് വെരി വെൽ. നിങ്ങളിൽ നിൽക്കുന്നുണ്ടോ അതോ പോവുകയാണോ? ഞങ്ങൾ പോട്ടടാ, എനിക്ക് നല്ല ക്ഷീണുണ്ട്, ഒന്ന് കിടക്കണം. ഡി ദുർഗ, അത് നിന്റെ അച്ഛനല്ലേ? ആ അച്ഛാ, അച്ഛനെ പോകുന്നു. ഞാൻ നിന്റെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ വന്നിരുന്നു. പിന്നെ നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് എഴുതിയിട്ടാ ബാക്ക് സ്റ്റേജിൽ വരാൻ ഞാൻ. അതെന്തായാലും നന്നായി. ആ അച്ഛാ, ഇത് എൻ്റെ പുതിയ ഫ്രണ്ടാ ശക്തി. പിന്നെ ഇത് ശിവസാർ. ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഇവർ രണ്ടാളും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. വയസ്സ്, എൻ്റെ പേര് ശിവ. ഇതെൻ്റെ അനിയന ശക്തി. ശിവയും ശക്തിയും. ഗുഡ്. നിങ്ങളെ രണ്ടുപേരും എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. അങ്ങനെ കാണാൻ സാധ്യതയൊന്നുമില്ല. ഞങ്ങൾ ഈ നാട്ടുകാരല്ല. തോന്നിയതാകും. ദുർഗ, മോളെ നീ വരുന്നുണ്ടോ? എനിക്ക് പോയിട്ട് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ചെയ്യാൻ. ആ അച്ഛാ, ഞങ്ങളുണ്ട്. എന്നാ ശരി, നിങ്ങൾ വാ, ഞാൻ കാറിലുണ്ടാവും. അപ്പോൾ ശരി ഗേസ്, ഞങ്ങൾ ഇറങ്ങാം. റിസൾട്ട് അറിഞ്ഞാൽ വിളിച്ചു പറഞ്ഞാൽ മതി. അപ്പോൾ ശരി ഗേസ്, ഞാനും ഇറങ്ങാണ്. പിന്നെ എനിക്കിന്ന് റിസൾട്ട് അറിയുന്നൊന്നുമല്ല, ആരും വിളിച്ചറിയിക്കരുത്. എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണമെന്ന്. ഓ, ഇങ്ങനെ ഒരു ഉറക്കപ്രാന്തെത്തി. അപ്പം ശരി, ബൈ. നിങ്ങൾ വിട്ടോ. सुन साथिया माहिया बरसा दे इश्का की स्याहिया रंग जाऊं रंग रंग जाऊं रे हाँ നീ നദിയ സുന്ദരിയായിരുന്നു ദുർഗ. मैं झर 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 जाऊं
ചിന്തിക്കുന്നത്? ഓ ദുർഗ ഒന്ന് ഉറങ്ങും ദുർഗ. എടി നീ ഇതെവിടെയാ? ഞാൻ ഇന്നലെ കുറേ നേരം വിളിച്ചല്ലോ, നീ എന്താ ഫോൺ എടുക്കാൻ? സോറിടാ, ഫോൺ സൈലന്റ് ലൈൻ, ഞാൻ ശ്രദ്ധിച്ചില്ല. റിസൾട്ട് വന്നിട്ടോ? നിങ്ങൾക്ക് രണ്ടാക്കും ഫസ്റ്റ് തന്നെയാ? നീ ഇത് പറയാനാണോ ഈ പൊലച്ച വിളിച്ചേ? അലച്ചിയോ? സമയം ഇപ്പം ഇത് 10 മണിയായി. പിന്നെ ഞാൻ വിളിച്ചത് ഇത് പറയാനല്ല. നിന്റെ ഇന്നലത്തെ കോസ്റ്റ്യൂമിന്റെ ഒരു ഡ്രസ്സ് കാണാനില്ല, അതെനിക്ക് വേണം, ഇന്ന് കൊടുക്കാനുള്ളതാ. ആണോ? എന്നാ അതിന്റെ ബാഗിലുണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. എന്നാലേ നീ അതുമായിട്ട് മാളിലേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. ആ ശരി. ഡാ നീ ഇതെവിടെയാ? എത്ര നേരം ഞാൻ ഇവിടെ കാത്തുനിൽക്കുന്നറിയോ? ഒന്ന് തിരിഞ്ഞു നോക്കൂ മാഡം. ഓ വന്നോ? ഞാൻ വിചാരിച്ചു എന്നെ ഇവിടെ കുറെ നേരം പോസ്റ്റ് ആക്കുന്നു. എടി എനിക്ക് നിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പം കൊടുക്കണം എന്ന് പറഞ്ഞ് വിളി വന്നിട്ടുണ്ട്. എന്താ ചെയ്യപ്പോ? അത് കുഴപ്പമില്ലടാ, ഞാൻ വന്ന പോലെ തന്നെ തിരിച്ചു പോയിക്കോളാം, നീ വിട്ടോ. പിന്നെ അതിന്റെ പേയ്മെന്റ് ഒക്കെ ഞാൻ ചെയ്തതാട്ടോ. ആ എന്നാ ശരി, നാളെ കോളേജിൽ വെച്ച് കാണാം. ഇനിയിപ്പോ ഓട്ടോ തന്നെ ശരണം. എടാ ഇതവളല്ലേ വിവേകിന്റെ എക്സ്? വാ നമുക്കൊരു പണി കൊടുക്കാം. എടാ വേണ്ടടാ, അവനറിഞ്ഞ പ്രശ്നമാവുകയെ. ഓ പിന്നെ അവനൊന്നും അറിയാൻ പോകുന്നില്ല, നീ ഇങ്ങ് വന്നേ. ഹായ് ദുർഗ മാഡം, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ? അങ്ങനെ മറക്കാൻ പറ്റിയ മുഖമൊന്നല്ലോ നിന്റെയൊക്കെ. ഇന്നലത്തെ പ്രോഗ്രാം തകർത്തു. താങ്ക്സ്. വഴിമാറും, എനിക്ക് പോണം. ആ അങ്ങനെ അങ്ങ് പോയാലോ? ഫസ്റ്റ് ടൈം കിട്ടിയതല്ലേ, ഒരു ട്രീറ്റ് ഒക്കെ തന്നൂടെ? അതും പറഞ്ഞ് അവൻ അവളുടെ കൈക്ക് കയറി പിടിച്ചു. ഡാ കൈ എടുക്കടാ. ഷിവ സാർ കൈവിട്ടെ. സോറി സാർ, ഇന്നലെ ഫസ്റ്റ് കിട്ടിയതിന്റെ ട്രീറ്റ് ചോദിക്കായിരുന്നു. അതിന് ഇവളെ ബൈക്ക് തടഞ്ഞ് നിർത്തി കൈക്ക് പിടിച്ചിട്ടാണ് ട്രീറ്റ് ചോദിക്കേണ്ടത്. സോറി സാർ, ഇനി ആവർത്തിക്കില്ല. അതും പറഞ്ഞ് അവർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി. നീ എന്താ ഇവിടെ? ഞാൻ രാഹുലിനെ കാണാൻ. എന്നിട്ട് കണ്ടോ? അവൻ പോയി. എന്നാവാ വണ്ടി കയറി, ഞാൻ ഡ്രോപ്പ് ചെയ്യും. വേണ്ട സാർ, ഞാൻ ഓട്ടോയ്ക്ക് പോയിക്കോളാം. എനിക്കൊരു കാര്യം ഒരു വട്ടം പറഞ്ഞ ശീലമുള്ളൂ, നിനക്കറിയാലോ അത്. ശരി സാർ, ഞാൻ വരാം. അവരെ ആരായിരുന്നു? നിനക്കറിയോ അവരെ? അവർ ആ വിവേകിന്റെ ഫ്രണ്ട്സാ. ഞങ്ങൾ റിലേഷനിലായപ്പോൾ തന്നെ അവർക്ക് കുറച്ച് ചൊറിച്ചിലുണ്ടായിരുന്നു എന്നോട്. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം അത് കുറച്ചുകൂടി കൂടി. വീടെത്തി, ഇറങ്ങുന്നില്ലേ? ആ ഇറങ്ങാം. പിന്നെ താങ്ക്സ് സാർ. നേരത്തെ അവരിൽ നിന്ന് എന്നെ സേവ് ചെയ്തതിനും പിന്നെ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തതിനും. ആയിക്കോട്ടെ. പിന്നെ സാർ കയറിയിട്ട് പോവാ. ഇല്ല, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അതായിരുന്നു ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വന്നേ. ആ അത് ശിവ സാർ, ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മേനോട്. പക്ഷേ നിന്റെ കഥയിലെ വില്ലൻ ക്യാരക്ടർ ആയിരുന്നല്ലോ അങ്ങേര്. എന്നിട്ട് അങ്ങേര് നീ ഡ്രോപ്പ് ചെയ്തോ? ആ ചെയ്തു. ഞാൻ പോയി മാറ്റിയിട്ട് വരാം, എനിക്ക് നല്ല വിശപ്പ്. അമ്മ എന്തെങ്കിലും എടുത്ത് വെക്കി കഴിക്കാൻ. ആ അച്ഛൻ വന്നിക്ക്, നിന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. നീ പോയി മാറ്റിയിട്ട് വാ. അങ്ങേരെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. വില്ലനോ അതോ നായകനോ? നീ മാറ്റിയില്ലേ? അയ്യോ എൻ്റെ ചോറ്. ആ അച്ഛനെന്താ നേരത്താ? ഇല്ല, ഇന്ന് വർക്ക് കുറച്ച് കുറവായിരുന്നു. എന്ത് പറ്റി മിസ്റ്റർ വിഷ്ണു ശർമ്മയുടെ മുഖത്തിന് പ്രസാദക്കുറവ്? അത് പിന്നെ മോളെ, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അച്ഛൻ എന്നോട് എന്തും പറഞ്ഞൂടെ? എന്താ എന്ത് പറ്റി? എന്താ പ്രശ്നമുണ്ടോ? അത് പിന്നെ മോളെ, ഞങ്ങൾ നിന്റെ കല്യാണം ഉറപ്പിച്ചാലോ എന്നൊരു ആലോചന. മോള് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അച്ഛാ അത് പിന്നെ പെട്ടെന്ന് ഞാൻ. മോള് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അച്ഛൻ്റെ ഒരു ബിസിനസ് പാർട്ണറിൻ്റെ മകനാ ചെക്കൻ. നമുക്കറിയാത്ത ചെറിയ പ്രശ്നമുണ്ട് കമ്പനിയിൽ. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടാണ് ഇങ്ങനൊരു സജഷൻ മുന്നോട്ട് വെച്ചത്. അവർക്ക് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. മോളെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ശനിയാഴ്ച അവർ പെണ്ണ് കാണാൻ വരും. മോൾക്ക് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും ആ ചടങ്ങിന് മോൾ ഇവിടെ ഉണ്ടാവണം. ഓക്കെ അച്ഛാ, ഞാനിവിടെ ഉണ്ടാവും. എനിക്കെന്തായി പറ്റുന്നത്? എൻ്റെ കല്യാണം ഉറപ്പിക്കാന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്കെന്തിനാ ഇങ്ങനെ വിഷമം വരുന്നേ? എന്തിനാ വെറുതെ അങ്ങനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നേ?
നീ ഇന്ന് നേരത്തെ വന്നോ? ആ, ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. ലോകാത്ഭുതമാണല്ലോ നടന്നേ. എന്ത് പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നേ? ഒന്നുമില്ല, ബ്രേക്ക് ടൈം ആട്ടെ, ഞാൻ പറയാം. ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നേ? നീ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നോ? ഇവിടെ അത് പിന്നെ എന്താ മോളെ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്? എൻ്റെ മാരേജ് ഉറപ്പിക്കാൻ പോവാ. എന്ത്? ഒന്ന് പോടി, രാവിലെ തന്നെ ബാക്കിയുള്ള പ്രാങ്കിയില്ല. എടാ, സത്യമായിട്ടും അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനാ. അവർ അടുത്തേച്ച പെണ്ണാണ് വരുന്ന പറഞ്ഞേ. അതെങ്ങനെ ശരിയാകും? അതെന്താ ശരിയാവട്ടെ? അവളുടെ അച്ഛൻ അവളുടെ കല്യാണം ഉറപ്പിച്ചോളി. പക്ഷേ ഇത്ര നേരത്തെ വേണ്ടായിരുന്നടി. എൻഗേജ്മെന്റ് ഇപ്പം നടത്തുന്നുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം മതിയെന്ന് അവർ പറഞ്ഞേ. അപ്പൊ പിന്നെന്താ കുഴപ്പം? നിനക്ക് സെറ്റിൽ ആവാൻ ഒരു 2 കൊല്ലം ധാരാളല്ലേ? എടാ, അത് പിന്നെ അതല്ല പ്രശ്നം. എനിക്ക് നിനക്ക് അത് പിന്നെ എടി നിനക്കെന്തും പറയും. ആ വിവേകിനെ മറക്കാൻ പറ്റില്ല എന്ന് മാത്രം നീ പറയരുത്. അതൊന്നല്ലടി, ആ വിവേകിന്റെ കാര്യം ഞാൻ എന്നാ വിട്ടതല്ലേ, അത് നിനക്കറിയില്ലേ. ഞാനൊരിക്കലും അടച്ച അധ്യായം തുറന്ന് വായിക്കാൻ ആഗ്രഹിക്കാത്ത ആളാ. അതൊന്നല്ല പ്രശ്നം. പിന്നെന്താ പ്രശ്നം? എനിക്കറിയില്ലടി, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും സെറ്റാവില്ല. അത് ഈ മാരേജിന് മുന്നേ ഏതൊരു പെണ്ണിന് തോന്നുന്ന കാര്യം. അത് നീ സാധാരണ അതൊക്കെ നീ ശരിയായിക്കോളും. പക്ഷെ എന്താ ഇത്ര പെട്ടെന്നൊരു മാരേജ്? നിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംസാരം ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ. അത് പിന്നീട് അച്ഛൻ്റെ കമ്പനി ചെറിയ പ്രശ്നമുണ്ട്. കമ്പനിയുടെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവരിങ്ങനെ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അച്ഛനൊന്നും പറയാനും പറ്റുന്നില്ല. എന്തായാലും സാരമില്ല, മാരേജ് ഒന്നുമല്ലല്ലോ, എൻഗേജ്മെൻ്റ് അല്ലേ. നിനക്ക് ആലോചിക്കാൻ മാരേജ് വരെ സമയമുണ്ടല്ലോ. ഞാനാ മനസ്സമാധാനത്തിലായിരിക്കുന്നത്. ആ പിന്നെ നിങ്ങൾ അറിഞ്ഞോ, ആ വിവേകിന്റെ ഫ്രണ്ട്സിലെ വരുണും ദീപക്കും അവർക്ക് 2 പേർക്കും ഇന്നലെ ആരോടും നല്ലോണം കിട്ടിയെന്ന് കേട്ടെ. ആണോ? നന്നായി. അമ്മമാർക്കല്ലേ ഒരു എല്ല് കൂടുതലായിരുന്നു. അത് നീ പറഞ്ഞത് ശരിയാ. ഇന്നലെ നീ ഡ്രസ്സ് വാങ്ങിപ്പോയതിന് ശേഷം ആമാരൻ്റെ അടുത്ത് വന്നിരുന്നു കൊഞ്ചിപ്പോയെ. ഓരോന്ന് പറഞ്ഞ് ആമാരെൻ്റെ കൈ കയറി പിടിച്ച്. അപ്പോൾ ശിവസാറ് വന്നാ സേവ് ചെയ്ത്. ഏട്ടനോ? എപ്പോ? ഇന്നലെ ഒരു 11 മണി 11:30 ആയപ്പോൾ. ആ, ഏട്ടൻ ഇന്നലെ ഏതൊരു കമ്പനി പോകണമെന്ന് പറഞ്ഞ് പോയതല്ലേ? ഏട്ടൻ എങ്ങനെ മാളിൽ വന്നു? അത് മാത്രമല്ല, ഇന്നലെ രാത്രി വീട്ടിൽ വരുമ്പോൾ ഏട്ടൻ മുഖത്ത് ബ്ലഡും കണ്ടതാ. എന്തോ കാര്യമുണ്ട്. ഇനി ഏട്ടനെങ്ങാനും ആയിരിക്കോ അവന്മാരെ? എടാ ശക്തി, നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്നാവാ പോവാം, ബ്രേക്ക് ടൈം കഴിഞ്ഞു. ശക്തി, ഞാൻ ഏട്ടാ ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നിനക്ക് പുറത്ത് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? അതൊന്നുമല്ല. ഏട്ടൻ ഇതെവിടെയാ ക്ലാസ് കഴിഞ്ഞ് വരെയും പോകുന്നത്? തിരിച്ചു വരുന്നതോ എപ്പോഴാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഉറങ്ങിയ ശേഷമല്ലേ മിക്ക ദിവസം ഏട്ടൻ വരാറ്. എന്നോടൊന്ന് നേരെ ചോയി സംസാരിച്ചിട്ട് എത്ര ദിവസമായി? എനിക്ക് ഏട്ടനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. ഇന്നൊരു ദിവസമെങ്കിലും എനിക്ക് വേണ്ടി ഇവിടെ നിന്നൂടെ? ഏട്ടാ, അത് മനഃപൂർവ്വമല്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. മുത്തശ്ശൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ചെയ്യാൻ. അതെല്ലാം ചെയ്യണം. പകൽ സമയം കോളേജിലല്ലേ, അപ്പം അതിനൊന്നും സമയം കിട്ടില്ല. അതിന് മാത്രം എന്ത് കാര്യമാണ് ഈ നാട്ടിലേട്ടന് ചെയ്യാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ നാട് പോലല്ല. പിന്നെ എന്താ ഏട്ടന് ഈ രാത്രി പുറത്തു പോയി ചെയ്യാനുള്ളത്? എടാ, അത് പിന്നെ നിങ്ങളുടെ മുത്തശ്ശിയുടെ കുറച്ച് പ്രോപ്പർട്ടിയുടെ കാര്യം, അത് ഇവിടുന്ന് ശരിയാക്കണം. അതിനു വേണ്ടി പോവുക. മുത്തശ്ശിയുടെ പ്രോപ്പർട്ടിയോ? അതിന് ഇവിടെ മുത്തശ്ശിക്ക് എന്ത് പ്രോപ്പർട്ടിയല്ലോ? അതൊന്നും ഇപ്പം നിന്നോടിപ്പോൾ പറയാൻ പറ്റില്ല. നിന്നോട് കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാം. നിനക്കെന്താ പറയാൻ വെച്ച് പറ. വേണ്ട ഏട്ടാ, ഏട്ടൻ തിരക്കിലാണെങ്കിൽ ഏട്ടൻ പോയിക്കോളെ. ഇല്ലടാ, ഒന്നുമില്ല. എനിക്ക് നിന്നേക്കാൾ വലുതല്ല ഒന്നും. നീ പറ, നിനക്ക് നിങ്ങൾ പ്രശ്നമുണ്ടോ ഇവിടെ? നിനക്ക് ഇവിടെ ശരിയാവുന്നില്ലേ? നിനക്ക് നാട്ടിൽ പോകണോ? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാനിവിടെ ഓക്കെയാ. പിന്നെന്താ നിനക്ക് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഏട്ടൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാ. ഓ, അതാണോ? നിൻ്റെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? ക്ലാസ്സൊന്നും കുഴപ്പമില്ല ഏട്ടാ. കോളേജിൽ ക്ലാസ് എടുക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? ഓ ഏട്ടാ, എല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദുർഗയും രാഹുലൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞു തരും. ആ, പിന്നെ അവിടുത്തെ സ്റ്റുഡൻസോ
നിന്റെ ഫ്രണ്ട്സൊക്കെ എന്ത് പറയുന്നു? അവരൊക്കെ ഓക്കെയാ. നാട്ടിലെ കോളേജ് പോലെയല്ല, ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നുന്നു എനിക്ക്. നിനക്ക് ഇവിടെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നല്ലാതെ ഇനി ഇവിടെ അങ്ങ് നിന്നാലോ എന്ന് ആലോചിക്കാം ഞാൻ. ഇവിടെയോ? ആ, എന്താ പ്രശ്നം? അച്ഛൻ കേൾക്കണ്ട. ആ, പിന്നെ ഇന്നലെ ഏട്ടൻ മാളിൽ പോയിരുന്നോ? ഓഫീസ് പോകുന്നല്ലേ എന്ന് എന്നോട് പറഞ്ഞേ. അത് പിന്നെ നമ്മുടെ ഒരു ക്ലയൻറ്റ് ഇവിടെ മാളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി, അപ്പോൾ അയാളെ കാണാൻ വേണ്ടി പോയതാ. ആണോ? എന്നോട് ദുർഗ പറഞ്ഞാൽ ഏട്ടനെ ഇന്നലെ കണ്ടായിരുന്നു എന്ന്, അതാ ഞാൻ ചോദിച്ചേ. ആ പിന്നെണ്ടല്ലോ ഏട്ടാ, ദുർഗയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവുക. എന്ത്? ദുർഗയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണെന്ന്? എപ്പോ? ഉടനെ തന്നെ എൻഗേജ്മെന്റ് ഉണ്ടാവുന്ന അവള് പറഞ്ഞേ. അത് കേട്ടപ്പോൾ ഏട്ടൻ എന്താ ടെൻഷനായേ? ഞാനോ? ഞാനെന്ത് ടെൻഷനാവേ? ആ, പിന്നെണ്ടല്ലോ, ഇന്നലെ ദുർഗയെ ശല്യം ചെയ്ത വിവേകിൻ്റെ 2 ഫ്രണ്ട്സില്ലേ, അവന്മാർക്ക് ഇന്നലെ രാത്രി ആരോ നല്ല പണി കൊടുത്തു എന്നാ തോന്നുന്നത്. ഇന്ന് അവൾ എന്നോട് പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത് ഏട്ടൻ അവരിൽ നിന്ന് സേവ് ചെയ്തെന്ന്. താങ്ക്സ് ഏട്ടാ. നീ എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നു? അവളെൻ്റെ ഫ്രണ്ടല്ലേ, അതുകൊണ്ട്. നേരം കുറച്ചായില്ലേ, നീ കഴിച്ചിട്ട് പോയി കിടക്ക്. എനിക്ക് പുറത്ത് പോയിട്ട് കുറച്ച് പണിയുണ്ട്, ഞാൻ പോവാം. ബാക്കിന് എന്താ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാം. ആ ശരി ഏട്ടാ, ഏട്ടൻ പോയിട്ട് വരേ. എന്തോ ഉണ്ട്, അവന്മാരെ ഏട്ടൻ എന്തോ ചെയ്തിക്ക്, എനിക്കുറപ്പാ. പിന്നെ ദുർഗ, അവളുടെ കാര്യത്തിൽ ഏട്ടൻ കുറച്ച്, എനിക്ക് തോന്നാണോ? അവളുടെ വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ ഏട്ടൻ എന്താ ടെൻഷനായേ? എന്തോ ഉണ്ടല്ലോ. ടൈമുണ്ടല്ലോ, കണ്ടുപിടിക്കാം. അവളോ വിവാഹത്തിന് സമ്മതിച്ചോ? അതെങ്ങനെ ശരിയാവും? എന്തെങ്കിലും ചെയ്യണം ശിവ, അങ്ങനെ അവളെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആരെ വിട്ടുകൊടുക്കുന്ന കാര്യം നീ പറയുന്നത്? റോഷ, വാ ഇരി. എന്താടാ നീ ആരുടെ കാര്യം ഇപ്പോൾ പറഞ്ഞേ? അതൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തേ? ഞാൻ എൻ്റെ സീനിയേഴ്സിനോടൊക്കെ ഒന്ന് അന്വേഷിച്ചിരുന്നു. വേറെ ഒരു പോംവഴി ഇല്ലെന്നാ അവരൊക്കെ പറയുന്നത്. നീ 2 പെഗ് അടിക്കുന്നോ? എനിക്കിന്നെന്തോ 2 പെഗ് അടിക്കാൻ തോന്നുന്നു. നിനക്കോ? അത്ഭുതമാണല്ലോ. നീ മുത്തശ്ശൻ്റെ വാക്കൊക്കെ ധിക്കരിക്കാൻ തുടങ്ങിയോ? ഇന്ന് പിടിച്ചു നിൽക്കാൻ ഇതില്ലാണ്ട് പറ്റും തോന്നില്ല, അതുകൊണ്ടാണ്. ശരി, നീ പറ. ഈ ഏട്ടൻ ഇതവിടെ പോയതാ? സമയം എത്ര 1 മണി കഴിഞ്ഞു. എന്തേ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തേ? ഏട്ടാ, ഏട്ടൻ എവിടെയായിരുന്നോ? എത്ര നേരെ പോയിട്ട്? നീ കിടന്നില്ലായിരുന്നോ? ഇല്ല, ഏട്ടന് കുടിച്ചിക്കോ? അത് പിന്നെ ഞാനൊരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു അവിടെ, അപ്പോൾ അവൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് കൂടി, അതാ. നീ പോയി കിടന്നോ? ഏട്ടന് എന്താ പെട്ടെന്ന് പറ്റിയേ? എന്തേലും ആട്ടെ, എനിക്ക് ഓർക്കായിരുന്നു. ശിവ തൻ്റെ ലോക്കറിൽ നിന്നും ആ ഡയറി വീണ്ടും പുറത്തെടുത്ത് തുറന്നു നോക്കി. നിന്നെ അങ്ങനെ മറ്റൊരുത്തന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല ദുർഗ. നിന്നെ സ്നേഹിക്കാനായാലും നിന്നെ വെറുക്കാനായാലും ഈ ഞാൻ മാത്രം മതി. നിന്റെ നേലറ്റത്ത് പോലും ഒരുത്തനെയും വരെ എന്നെ സമ്മതിക്കില്ല. നീ എൻ്റെത് മാത്രം.